സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലുള്ളവരെ ആക്റ്റീവ് ആക്കി നിർത്തുന്നത് നമ്മളുടെ കോണ്ടന്റുകളാണ്. സോ കോണ്ടന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം മേടിച്ച് ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ ഇതേപോലെ ജീവിക്കുന്ന വ്യക്തികൾ ഒരുപാടുണ്ട്. അവർക്കൊക്കെ കോണ്ടന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ലക്ഷ്മി നക്ഷത്രയോട് അവരൊരു ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ഓൺലൈൻ ചാനലുകൾ രേണു സുധി എഗെയിൻ ആ ടോപ്പിക്ക് ചോദിച്ചു. അപ്പോൾ അത് ചോദിക്കാനുണ്ടായ ഒരു കാരണം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. ലക്ഷ്മി നക്ഷത്ര സുധി റിലേറ്റ് ചെയ്തും രേണുവിനെ വെച്ചിട്ടൊക്കെ ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിലൊരുപാട് ക്രിറ്റിസിസവും ലക്ഷ്മി നക്ഷത്രയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ അത്രയും വീഡിയോ ചെയ്തൊരു വ്യക്തിയോട് ഓക്കെ അത് ചോദിക്കും. അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ ഇപ്പം എന്താണ് സംഭവിക്കുന്നതൊക്കെ ചോദിക്കൂ? ഇല്ല. ലക്ഷ്മി നക്ഷത്രയുടെ ഓൺലൈൻ ചാനൽസ് കണ്ടാൽ ചോദിക്കാൻ പോകുന്നത് രേണുവിനെ വിളിക്കാറുണ്ടോ, എന്താണ് ഇപ്പോൾ സുധിയുടെ ഫാമിലിയായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ ചോദിക്കൂടെ? ഓബ്വിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിനിവർ കൊടുത്ത റിപ്ലൈ കേൾക്കണം. എന്താണ് അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാ നിങ്ങൾ ആരാ എന്നവര് ചോദിക്കും. എന്തിനാ വെറുതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അവരുടെ പാഷൻ എന്താണോ, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അവർക്ക് ഇഷ്ടം. ഇപ്പൊ ഇയാൾ ഒരു മിനിറ്റ്, ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ, ആ ഫേസ് ഒന്ന് കാണിക്കൂ. ഇതല്ലേ ഇഷ്ടം? അത് ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. അവരുടെ ഇഷ്ടം എന്താണോ അവരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തർക്കും ഓരോ പാഷൻ അല്ലേ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അല്ലേ? പുള്ളിക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യും. നല്ല കണ്ടന്റ് മേക്കർ ആണ് കേട്ടോ. ഏതാണ് യൂട്യൂബ് ചാനൽ? ഞാൻ റിങ്കോട്ടെ. അതെയോ, ശരി കേട്ടോ. എല്ലാരും ഹാപ്പി ആണല്ലോ? അതാണ് അതിന്റെ ഇടയില് മാസ്ക് വെച്ചിട്ട്. മാസ്ക് ഒരു സംസാരിക്കൂ. പിന്നെന്താ, വിളിക്കാറുണ്ടല്ലോ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും. നിങ്ങൾ രേണുവിന്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ, അപ്പൊ മെസ്സേജ് അയക്കാറുണ്ടെന്നും വിളിക്കാറുണ്ടെന്നൊക്കെ രേണു പറയണെന്ന് നിങ്ങൾ തന്നെയാണല്ലോ ഉത്തരങ്ങൾ ഒപ്പിയെടുത്തിട്ടുള്ളത്. ഈ ഒരു രസം വെറുതെ മതി. ഇനി താത്വിക അവലോകനം അധികം വേണ്ട കേട്ടോ. ഞാൻ പോയിക്കോട്ടെ. ഓക്കെ, ബൈ. ശരി ശരി, ഞാൻ മലപ്പുറത്തേക്ക് പോവാ. അത് എത്ര ധൃതിയിട്ട് ഓൾറെഡി ലേറ്റ് ആയി, അതുകൊണ്ടാണ്. സോറി. എങ്ങനെ ഇരിക്കുന്നു? അതായത് എന്തിനാണ് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ചെന്ന് കോണ്ടന്റ് ഉണ്ടാക്കുന്നത്? നല്ലൊരു കോണ്ടന്റ് മേക്കറാണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ ചാനൽസിനോട്. രേണു എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ എന്താണോ ഇപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ അവർ ആ ഒരു എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അതിനൊന്നും ഒരു വിഷയമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ വേണം. കാലാകാലം സുധി എന്ന് പറഞ്ഞ് ജീവിച്ചാൽ നടക്കില്ല. ഓക്കെ, ഞാൻ എൻ്റെ കഴിഞ്ഞ കോണ്ടന്റിൽ കൃത്യമായിട്ട് രേണു സുധി, ഇനി സുധി എന്ന് പറഞ്ഞുള്ള പേര് ഇപ്പം നമ്മളാണെങ്കിലും പറഞ്ഞു വരുമ്പോൾ രേണു സുധി തന്നെയാണ് വരുന്നത്. അതൊക്കെ മാറി അവർ രേണു എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ ഒരു ആക്ട്രസ്സായി ഒരു ആർട്ടിസ്റ്റായിട്ട് മാറണം. അതാണ് അവരുടെ ഒരു ഇനിയുള്ള എക്സിസ്റ്റൻസിൻ്റെ നല്ലതെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ കീപ്പ് ചെയ്യുക, അവർ ചെയ്യുക എന്നുള്ളത് അവർ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇവിടെ ലക്ഷ്മി നക്ഷത്ര ഈ പറഞ്ഞ കോണ്ടന്റ് എന്തിനുണ്ടാക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. നമ്മൾ കണ്ടതാണ്, ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ BGM സെൻറ്റി BGM കയറ്റിയിട്ടുള്ള വീഡിയോസ് രേണുവിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. ആ പെർഫ്യൂം ഉണ്ടാക്കാൻ പോയ പോക്ക് അതിൽ തന്നെ 2 എപ്പിസോഡ് കയറിയിട്ടുണ്ട്. പിന്നെ സുധി എന്ന് പറഞ്ഞ വ്യക്തി മരിച്ച സമയത്ത് വരിട്ടുണ്ടായിരുന്ന വീഡിയോ, അത് പിന്നെയും ലൈക്ക് എനിക്ക് ഒരാളുടെ ഇമോഷണൽ അയാൾ ചെയ്തോട്ടെ, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോണ്ടൻ്റായിട്ട് കാണുന്നവർക്ക് കോണ്ടൻ്റായിട്ട് കാണാം. ഇല്ല, അവർക്ക് അത് അങ്ങനെ ആ ഒരു ഇമോഷൻ കാണിക്കാനാണ്, കരഞ്ഞാണെങ്കിൽ അവർ കാണിക്കട്ടെ. എനിക്ക് അതിലൊന്നും ഒരു വിഷയമല്ല. ഞാൻ ആ കാര്യത്തിൽ, പ്രത്യേകിച്ച് കരഞ്ഞ കാര്യത്തിലൊക്കെ ഒരുപാട് പേര് ലക്ഷ്മി നക്ഷത്രയെ ക്രിട്ടിസൈസ് ചെയ്ത സമയത്ത് ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ്. പിന്നെ അതിനുശേഷം രേണുവായിട്ടുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് സ്ലോ മോഷൻ, ഫ്രീസ് ചെയ്ത സ്ക്രീന്, കുറേ BGM ഇട്ടുള്ള എഡിറ്റ്സ്, സാഡ് BGM, പിന്നെ അതിനുശേഷം അതിൻ്റെ ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത്, പിന്നെ അതൊക്കെ മില്യൺ അടിക്കുമ്പോൾ എടുത്തിട്ട് മില്യണിലാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു അൽഗോറിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ലക്ഷ്മി നക്ഷത്രം മാത്രം ചെയ്താൽ മതിയോ? ബാക്കി നാട്ടിലുള്ളവരും ചെയ്യണ്ടേ? എല്ലാവർക്കും കോണ്ടന്റിനല്ലേ മുഖ്യം. അപ്പോൾ രേണു എന്ന് പറഞ്ഞ വ്യക്തിയെ വെച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടന്റ് ഉണ്ടാക്കാം. ബാക്കിയുള്ളവർ രേണു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രേണു സുധി എന്ന് പറഞ്ഞാൽ ആ ഒരു കോണ്ടന്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിടുക്കനാണല്ലോ, കോണ്ടന്റ് എടുക്കാണല്ലോ. അത് വളരെ മോശം പരിപാടിയാണ്. കാരണം നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ മലയാളികളുടെ മുന്നിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതൊന്നും അല്ലാതെ ഈ പറഞ്ഞ എന്താ പറയുക, രേണുവിനാണെങ്കിലും ഇപ്പം ആവശ്യം ഇങ്ങനത്തെ കോണ്ടന്റുകളാണ്. ഓൺലൈൻ മീഡിയാസും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും. ആൻഡ് ഷീ ഹെർസെൽഫ് ലൈക്ക് എന്താ പറയുക, കോൺട്രവേഴ്സി എങ്ങനെ പിടിക്കാം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ അവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഗെയിം മനസ്സിലായി, സോഷ്യൽ മീഡിയ ഗെയിം അവർക്ക് മനസ്സിലായി. എക്സിസ്റ്റൻസ് വേണോ,
നെഗറ്റിവിറ്റി കീപ്പ് ചെയ്യുക, നെഗറ്റിവിറ്റി കീപ്പ് ചെയ്യുന്നതിനോടൊപ്പം കോൺട്രവേഴ്സീസ് കീപ്പ് ചെയ്യുക, കോണ്ടൻറ്റുകൾ കീപ്പ് ചെയ്യുക. അതാണ് അവരുടെ വാല്യൂ എന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞു. അവരും അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ കോണ്ടൻറ്റ് ഉണ്ടാക്കാനാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു ബാക്കിയുള്ളവരുടെ ലൈഫിൽ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ചോദ്യം ലക്ഷ്മി നക്ഷത്രം ചോദിക്കുമ്പോൾ അത് ഭയങ്കര വിയേർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് എനിക്ക് നമ്മുടെ പാഷാണം ഷാജിച്ചേട്ടൻ അങ്ങേര് ഈ ഒരു ലൂപ്പ് കടന്ന് കറങ്ങിയുന്ന സമയത്ത് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഭയങ്കര റെലവൻ്റ് ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ സൈബർ ബുള്ളിങ് ഏറ്റിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും ഒരു പെർഫ്യൂമിന്റെ ഒരു ഭയങ്കര ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇതിന്റെ ഇരയാവുന്നുണ്ട്. അപ്പൊ അത് വിറ്റ് കാശാക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ തോന്നാൻ പറ്റാവുന്ന രീതിയിൽ പ്രവർത്തിച്ച ജനങ്ങൾക്ക് അത് തോന്നും. ഇപ്പൊ എനിക്ക് ഈ സ്തുതിയുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ രാജേഷ് പറവൂർ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഒന്നിച്ചു കളി, ഞങ്ങൾക്ക് ആർക്കും ഒരു സൈബർ അറ്റാക്ക് ഒന്നുമില്ല. നമ്മൾ ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ചീത്ത കേൾക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ ആളുകൾക്ക് തോന്നിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ അത് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ സുധിയുടെ വൈഫിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ, നമ്മളത് പറയും, ഒരു ആ കുട്ടി നേരെ വന്നം ഇച്ചിരി ബോൾഡായിട്ട് നിൽക്കണമെന്ന് ഞാനും പറയണം. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക. ചെയ്യണ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇത് എഴുതുകൊണ്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. അത് അയ്യോ ഞങ്ങളറിയാതെ വേറൊരാൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത് ഇവർ തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ അത് ആര് ചെയ്താലും. ഇപ്പൊ ഞാൻ 4 കാര്യങ്ങൾ പറയാം. ഒരു കാര്യം കൂടി, അന്ന് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സുധിക്കെതിരെ കുറെ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ഇടാനൊന്നും ആരും ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ സൂചിച്ചേട്ടൻ പാവമാണ്, സൂചിച്ചേട്ടൻ്റെ ഇങ്ങനെ അവസ്ഥ കൊണ്ട് ഇങ്ങനെ ചെയ്തു പോകാന്ന് പറഞ്ഞാൽ ഒരാളും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എല്ലാവർക്കും ചിന്ത. സാധാരണ ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്കല്ലേ, മോൾക്കെന്താ തോന്നണത്? അങ്ങനെ തോന്നുള്ളൂ. അത് പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറെ കൂടി ജെന്യൂൻ ആണെങ്കിൽ നമ്മൾ അതുപോലെ ഹൈഡ് ചെയ്ത് തന്നെ ചെയ്യണമായിരുന്നു. അതൊക്കെ ഹൈഡ് ചെയ്ത് ചെയ്യാതിരിക്കും. മീൻസ് അവര് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും സുധിച്ചേട്ടൻ്റെ ആ ഒരു ഓർമ്മ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് തോന്നും എന്നുള്ള രീതിയിൽ എല്ലാവർക്കും പ്രേ കൊടുക്കുമോ? അല്ല, അങ്ങനെ ഓർമ്മ നിൽക്കണേ. ഞാൻ മോൾക്ക് എന്നെ ഓർമ്മ നിൽക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ പ്രസന്റ് നോക്കാം, അത് എടുക്കുമ്പോഴെങ്കിലും മോൾക്ക് ഓർമ്മ ഉണ്ടാവും. അല്ലാതെ പിന്നെ എങ്ങനെ എത്ര പേരിൽ നിലനിൽക്കും? നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മുടെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും 10 ദിവസം 12 ദിവസം 14 ദിവസം ഇത് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ ഓർമ്മ പോയിക്കൊണ്ടിരിക്കുകയെ. ഇപ്പോൾ മരണം നടന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അതിനുശേഷം എന്താ ലക്ഷ്മി നക്ഷത്ര തന്നെ ഒരു വീഡിയോ ഇതുപോലെ കരഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ ആദ്യമേയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ വിഷമം പങ്കുവെക്കുന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാനായിട്ട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ചേട്ടൻ എന്താ ഫീൽ ചെയ്യണേ? ഇതെല്ലാം ഒരു ചിരിയിലൂടെ ഞാൻ തള്ളിക്കളയും, അത്രേ ഉള്ളൂ. എനിക്കതിലൊന്നും പറയാനില്ല. പാഷാണം ഷാജു എന്ന് പറഞ്ഞാൽ ഷാജു ചേട്ടനെ അന്ന് ഈ ഒരു വീഡിയോ പുറത്ത് വന്ന സമയത്ത് ഈ ലക്ഷ്മി നക്ഷത്ര ഫാൻസൊക്കെ കയറി അതിഭീകരമായിട്ട് ഇങ്ങേർക്ക് സൈബർ അറ്റാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങേര് അന്നേ പറഞ്ഞതാണ് ഇതൊരു കോണ്ടന്റ് മേക്കിംഗ് ആണ്. അത് അങ്ങേര് പറയാതെ പറഞ്ഞു, ചില കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു. ഇങ്ങനൊരു കോണ്ടന്റ് മേക്കിംഗ് ആണെന്നുള്ളത് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടന്റ് മേക്കിംഗ് ചെയ്തതിന് ശേഷം അയ്യോ ഞങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അന്ന് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്മി നക്ഷത്രയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഓൺലൈൻ ചാനലുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കോണ്ടൻറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ ഒരാളുടെ ലൈഫിലേക്ക് കയറിച്ചെന്ന്? നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ നല്ലൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണ്. അത് ലക്ഷ്മി നക്ഷത്രം മാത്രമാണോ നാട്ടിലെ ഏറ്റവും നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റർ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഈ പണി അറിയാമല്ലോ, അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും ജീവിച്ചു പോണേ. അപ്പോൾ പിന്നെ ആ ഒരു വിയേർഡ് ക്വസ്റ്റ്യൻ, അതൊരു എന്താ പറയുക, സ്വന്തം പല്ലിനിടയിൽ കുത്തി നാറ്റിക്കുന്ന പരിപാടിയാണ് ലക്ഷ്മി നക്ഷത്രം കാണിച്ചത്. ഓക്കെ, അത് സ്വയം ഉണ്ടാക്കി വെച്ച കോണ്ടൻറ്റുകൾ, രേണുവിനൊക്കെ വെച്ച് ചെയ്ത കോണ്ടൻറ്റുകൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മി നക്ഷത്രയ്ക്ക് മനസ്സിലാവും. ഇത് മനസ്സിനകത്തുനിന്ന് വന്നതാണ്. ഈ വേറൊരാളുടെ ലൈഫിൽ പോയി എന്തിനു കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ചോദ്യം മനസ്സിനകത്തുനിന്ന് വന്നതാണെങ്കിൽ ദയവ് ചെയ്ത് സ്വയം ഉണ്ടാക്കി വെച്ച കോണ്ടൻറ്റുകളൊക്കെ എടുത്ത് വെച്ച് നോക്കുക. ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു സ്പ്രേ കുപ്പിയുടെ ഒക്കെ കോണ്ടൻറ്റൊക്കെ എടുത്ത് വെച്ച് നോക്കുക. അതിൽ ആ രേണുവിനെ കാണിച്ചതിന് ശേഷം ഇങ്ങനെ പാൻ ചെയ്ത് ക്യാമറ പോയിട്ട് സുധീൻ്റെ ഫോട്ടോ നിന്ന് ഇങ്ങനെ വൈഡുന്ന് പിന്നെ അതിങ്ങനെ ക്ലോസ് സൂം ആക്കുമ്പോൾ ഒരു മ്യൂസിക്കൊക്കെ വരുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ മാരകമായ കോണ്ടൻറ്റ് ക്രിയേഷനാണ്. അതൊരു ബെസ്റ്റാണ്, മനസ്സിലായോ? അത് വേറൊരാളുടെ ലൈഫിലേക്കാണ് അന്ന് പോയത്. അതാണ് മലയാളികൾക്ക് തോന്നിയതും. അത് തോന്നിയത് കൊണ്ടാണ് മലയാളികൾ എന്ത് ചെയ്തത്, അന്ന് കമൻറ്റ് ബോക്സിലും
നമ്മളെപ്പോലുള്ള ചാനലുകളൊക്കെ നിങ്ങളെ വിമർശിച്ചത്. ഫൈൻ. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഓൺലൈൻ മീഡിയാസിനോട്, എന്തിന് ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്നു? ഇതേ ചോദ്യമാണ് എന്തിന് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ കയറി ചെന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത്. പക്ഷെ അവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഹാൻഡിൽ രേണുവിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ രേണുവിന് അത് സീനോ ഉണ്ടായിരുന്നില്ല. രേണു ആണെന്നുണ്ടെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടാണ് വീഡിയോയിൽ ഇരുന്നതെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ അവർക്ക് പ്രശ്നമല്ല. ബട്ട് സ്റ്റിൽ കൊല്ലം സുധി എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തിയെ മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ടും ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും കാണുന്ന സമയത്ത് നമുക്കൊക്കെ തോന്നിയിരുന്ന കാര്യങ്ങളായിരിക്കാം എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞത്, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. അന്ന് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം നിങ്ങളെ നേർക്ക് തന്നെ ക്യാമറ വന്നിട്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ക്യാമറയോട് തിരിച്ച് ചോദിക്കുകയാണ്, ആ ഓൺലൈൻ ചാനൽസിനോട് ചോദിക്കുക, നിങ്ങൾ എന്തിനു ഇടിച്ച് കയറി ചെല്ലണം എന്നുള്ളത്. വിയേർഡ് ക്വസ്റ്റ്യൻ. അത്രേ പറയാനുള്ളൂ. വളരെ എന്താ പറയുക, ഒരു വിയേർഡ് സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു.